UDFിന്റെ കണക്കുകൂട്ടൽ ശരിയാണെന്ന് തെളിഞ്ഞു. CPMന്റെ ശക്തികോട്ടയായ അമ്പലപ്പുഴയിൽ എച്ച് സലാമിനെ അട്ടിമറിച്ച് ജി സുധാകരൻ മിന്നും വിജയം കരസ്ഥമാക്കി കഴിഞ്ഞു. മെയ് 4-ന് ഫലം പുറത്തു വരുമ്പോൾ അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ മത്സരിച്ച ജി സുധാകരൻ മിന്നും വിജയം സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. CPM ബൂത്ത് തല കമ്മിറ്റിയിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് 6318 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴയിൽ CPMനെ സുധാകരൻ കെട്ടുകെട്ടിക്കുമെന്ന് ഉറപ്പാണ്. ജി സുധാകരൻ മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. പിണറായി കമ്പനിയുടെ അഹംഭാവത്തിൽ അവർക്ക് തോന്നുന്നവർക്ക് സീറ്റ് നൽകുന്ന ഏർപ്പാടാണ് സുധാകരനെ UDF ക്യാമ്പിലെത്തിച്ചത്. 5 വർഷം പാർലമെന്ററി രംഗത്ത് നിന്ന് CPM സുധാകരനെ മാറ്റി നിർത്തി. പിന്നീട് മത്സരിക്കാൻ അവസരം നൽകണമായിരുന്നു. ഇവിടെ CPM സുധാകരനോട് കാണിച്ച നീതികേടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പിന്നാലെ CPMന്റെ മെമ്പർഷിപ്പ് പുതുക്കാതെ കലിപ്പിലായ സുധാകരനെ ചേർത്ത് നിർത്തിയത് കോൺഗ്രസ് പാർട്ടിയാണ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി സുധാകരൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥിയെ നിർത്താതെയാണ് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചത്. UDF മെഷനറികൾ ഉണർന്നു പ്രവർത്തിച്ചതാണ് അവിടെ CPMനെ കടപുഴക്കിയത്. പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന നിലയിൽ എത്തിയെങ്കിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് ഇല്ലാത്തതാണ് CPMനെ അടിതെറ്റിച്ചത്. വോട്ടിംഗ് ശതമാനത്തിൽ ഈ വ്യത്യാസം തങ്ങൾക്ക് ഗുണമാകുമോ അതോ തിരിച്ചടിയാകുമോ എന്ന നെഞ്ചിടിപ്പിലാണ് CPM നിൽക്കുന്നത്. കണക്കുകൂട്ടൽ പരിശോധിക്കുമ്പോൾ ഇത്തവണ മണ്ഡലത്തിൽ 80.75% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 76.82%. അതായത് ഏകദേശം 3.93% വർധനവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണമെടുത്താൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വെറും 625 വോട്ടുകളുടെ മാത്രം വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. മണ്ഡലത്തിലെ ആകെയുള്ള 1,71,203 വോട്ടർമാരിൽ 1,38,251 പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഈ കണക്കുകൾ മുന്നണികളുടെ ആത്മവിശ്വാസത്തെ ഗൗരവമായി ബാധിക്കുന്നുണ്ട്. എങ്കിലും CPMന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. മണ്ഡലത്തിലെ നിർണായകമായ നായർ ഈഴവ വോട്ടുകൾ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായി വലിയ തോതിൽ ലഭിച്ചിട്ടുണ്ടെന്നും അത് വിജയത്തിലേക്ക് നയിക്കുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ തെറ്റിയില്ലെന്ന് CPM തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുമുണ്ട്. അതേസമയം പാർട്ടി വിട്ടുപോയ ജി സുധാകരനെതിരെയുള്ള രാഷ്ട്രീയ വികാരം വോട്ടായി മാറുമെന്നും എച്ച് സലാം മണ്ഡലം നിലനിർത്തുമെന്നും ആദ്യഘട്ടത്തിൽ CPM വിലയിരുത്തിയതാണ്. എന്നാൽ വോട്ട് ചെയ്യാനെത്തിയവരിൽ സുധാകരന് അനുകൂലമായി വിധി പറയുകയായിരുന്നു. മുഖ്യമന്ത്രിയെയും പാർട്ടി നേതാക്കളെയും മോശമായി ചിത്രീകരിച്ചതിനെതിരെ പ്രവർത്തകർ നടത്തിയ പ്രതിരോധം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും തീരദേശ മേഖലകളിൽ നിന്നുള്ള വോട്ടുകൾ തങ്ങളെ തുണയ്ക്കുമെന്നും ഇടതുമുന്നണി കണക്കുകൂട്ടിയിരുന്നു. LDF ജില്ലാ കമ്മിറ്റിയുടെ അസസ്മെന്റ് ഫോമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആകെ 24 ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകളാണ് പുറത്തു വന്നത്. ഈ 24 ബൂത്തുകളിൽ വെറും 6 മാത്രമാണ് CPMന് മുന്നിലെത്താൻ സാധിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ കഴിവിട്ടിട്ട് ഈ സംസ്ഥാനം തന്നെ പിടിച്ചെടുത്തിട്ടും കാര്യമില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത്. എന്നാൽ ഗോവിന്ദനും CPMും ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ ജനസ്വാധീനമെന്ന് കോൺഗ്രസിന് പോലും ഇപ്പോൾ ബോധ്യമായി കാണും. സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗം ആഞ്ഞടിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരിൽ മന്ത്രിയായി ജി സുധാകരൻ ഉണ്ടാകുമെന്നും ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും.